വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നാണ് നമ്മുടെ ഒലീവിയനെ തൂക്കിലേറ്റാൻ വേണ്ടി ആരൊക്കെയോ നിശ്ചയിച്ചിട്ടുള്ള ദിവസം. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും എന്താണ് അപ്ഡേറ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഒരു ചുക്കും നടന്നിട്ടില്ല ഇന്ന്. ഒലീവിയ വിജയിച്ചു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും പാലക്കാട് നിന്നും അങ്ങനെ ഏതൊക്കെ ജില്ലകളിൽ നിന്ന് പെൺകുട്ടികൾ വരാൻ പറ്റുമോ അല്ലെങ്കിൽ വരുത്തിക്കാൻ പറ്റുമോ ആ ജില്ലകളിൽ നിന്നൊക്കെ പെൺകുട്ടികൾ ഇന്ന് അടൂർ ലേബർ ഓഫീസിൽ ചെന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അച്ചു മേഡത്തിന് കുട്ടിക്ക് എന്തോ വയ്യാതായിട്ട് പുള്ളിക്കാരി ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി തന്നെ ഇപ്പൊ ഹാജരാവണമെന്നില്ലല്ലോ, അല്ലെങ്കിൽ സിബി സാറ് തന്നെ ഹാജരാവണമെന്നില്ലല്ലോ. അപ്പോൾ അച്ചു മേഡത്തിന്റെ അഡ്വക്കേറ്റ് ആണ് ഇന്ന് ലേബർ ഓഫീസിൽ ഹാജരായിട്ടുള്ളത്. ഓണർക്ക് പകരം ഒരു മാന്യമായിട്ടുള്ള രീതി പറഞ്ഞു ഇവർക്ക് സെറ്റിൽ ചെയ്യാൻ താല്പര്യമില്ല, അവര് നിയമപരമായിട്ട് കോടതി മുഖേന പോവുകയാണ്. പിന്നെ ഇന്നലെ അച്ചു മേഡത്തിന്റെ വീഡിയോയില് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു റീഷ്ന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി എത്രയോ ദിവസത്തെ സാലറി കിട്ടാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒലീവിയക്കെതിരെ വന്ന് മുദ്രാവാക്യം വിളിക്കലും കേസ് കൊടുക്കലൊക്കെ ആയിരുന്നു. അപ്പൊ പുള്ളിക്കാരി എന്നെ പറയുന്നുണ്ട് വ്യക്തമായ പ്രൂഫ്, ഞാൻ ഒന്നും കൂടി ഇവിടെ കാണിക്കാം, എന്റെ വീഡിയോയിൽ ഇന്നലെ ഒന്നുകൂടി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പ്രൂഫ് ഇത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. റീഷ്ന എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഇനി അവിടുന്ന് ഒരു പൈസയും ഒലീവിയാന്ന് ഒരു രൂപ പോലും കിട്ടാനില്ല. ഇത്ര രൂപ ഇവൾ ഇന്ന ഡേറ്റിൽ ഇന്ന ചെക്ക് നമ്പറിൽ വാങ്ങി കിട്ടി ബോധിച്ചു, ഇനി എനിക്ക് ഒലീവിയാന്ന് ഒരു ചുക്കും കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് അവള് തന്നെ റീഷ്ന തന്നെ എഴുതി ഒപ്പിട്ട് കൊടുത്ത ഒരു ചെക്ക് ലീഫിന്റെ അല്ല ഒരു പേപ്പറാണ്, അവൾ തന്നെ എഴുതി ഒപ്പിട്ട ഒരു പ്രൂഫാണത്. അപ്പൊ പിന്നെ എന്തിനാണ് ഈ റീഷ്ന എന്ന് പറഞ്ഞ പെൺകുട്ടികൾ, നിങ്ങൾ ആരുടെങ്കിലും വാക്ക് കേട്ടിട്ടാണോ ഇതിന്റെയൊക്കെ പുറകെ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ അതിലും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സിംഹങ്ങൾ ഉണ്ടായിരുന്നു, പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. ഒരു ബീവി എന്ന് പറയുന്ന ഒരു ബീവിയും പിന്നെ അതുപോലെ തന്നെ കിണ്ണൻ എന്നറിയപ്പെടുന്ന മൊണ്ണൻ, അവനും കുറെ നാളെ ഞങ്ങൾ ഇവരെ തൂക്കിലേറ്റും, ഇവരെ ഞാൻ നാളെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വീരവാദങ്ങളൊക്കെ മുഴക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എലികളെ പോലെ പേടിച്ച് മാളത്തിൽ ഒളിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം ഇന്നലെ തൊട്ട് അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് തൊട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റുകളൊന്നും കാണുന്നില്ല. പിന്നെ ഇനി സഭ്യമായ ഭാഷയിൽ മാത്രമേ ഞാൻ എല്ലാരെയും അഭിസംബോധന ചെയ്യുകയുള്ളൂ എന്നൊക്കെ ഒരു മൊണ്ണൻ പറഞ്ഞിട്ടുണ്ട്. പേടിച്ചിട്ടാണോ ഇനി പെണ്ണുമ്പിള്ളേന്റെ ഇത് നല്ല പെട കിട്ടിയിട്ടാണോ എന്താന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മുടെ ബീവി എന്ന് പറഞ്ഞ ലേഡീന്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ പുള്ളിക്കാരത്തേക്ക് പേഴ്സണൽ നഷ്ടം സംഭവിക്കാൻ തുടങ്ങി എന്ന് മനസ്സിലാക്കിയപ്പോൾ തൊട്ട് ബീവി ഒന്ന് അടങ്ങിയിട്ടുണ്ട്. പിന്നെ സബ്സ്ക്രൈബേഴ്സിന്റെ മുന്നിൽ ഞാൻ തോറ്റുപോയി, ഞാൻ ഒലീവിയന്റെ മുന്നിൽ തോറ്റുപോയി എന്ന് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇരുന്ന് വീരവാദം മുഴക്കുകയാണ്. സംഭവം എന്താ ഞാൻ ചുരുക്കി പറയാം. പുള്ളിക്കാരി റെന്റിനാണ് താമസിക്കുന്നത്. സ്വന്തമായിട്ട് 2 വീടൊക്കെ ഉണ്ടെന്ന് തള്ളി മറിക്കുന്നത് മാത്രമേ ഉള്ളൂ, വീടും ഇല്ല ഒരു മണ്ണാങ്കട്ടയില്ല, റെന്റിനാണ് താമസിക്കുന്നത് കോട്ടയത്ത്. അപ്പൊ ആ വീടിന്റെ ഓണർ നമ്മളൊരു വീട് ഒരാൾക്ക് വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് സ്ഥിരമായിട്ട് പോലീസ് കേസും കാര്യങ്ങളും സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിക്കലൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് താല്പര്യം ഉണ്ടാവോ ആ ഒരു വ്യക്തിനെ അവിടെ താമസിപ്പിക്കാൻ, നമ്മുടെ സ്വന്തം പേരിലുള്ള വീട്ടിൽ താമസിപ്പിക്കാൻ? അതുപോലെ തന്നെ ഓണർ അവിടെ നിന്ന് ഇറക്കി വിടാൻ പോകുന്നൊക്കെയാണ് കേട്ടത്. അപ്പോൾ ഇവർ വീരവാദം മുഴക്കുന്നുണ്ട്. 11 മാസത്തെ അല്ലെങ്കിൽ 12 മാസത്തെ എഗ്രിമെന്റ് എഴുതിയിട്ടാണ് കയറിയത്, അത് കഴിയാതെ ഞാൻ ഇറങ്ങില്ല, ഇനി അഥവാ എന്നെ ഇറക്കി വിടുവാണെങ്കിൽ ഞാൻ സമരമുറകളുമായി മുന്നോട്ട് പോകും. പിന്നെ പോലീസുകാർ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവര് അതായത് അണ്ടർവെയർ ഇട്ടിട്ട് അവർ തിരിച്ചു വിടുള്ളൂ എന്നൊക്കെയാണ് ഇവർ വെല്ലുവിളിച്ചേക്കുന്നത്. അപ്പൊ അതെന്തായാലും നമുക്ക് കാണാം കേട്ടോ. നിങ്ങൾ ഇറങ്ങി പോവോ, നിങ്ങൾ ഇറക്കി വിടുവോ, നിങ്ങൾ വേറെ വീട് തേടി പോവോ എന്നൊക്കെ നമുക്ക് കാണാം. പിന്നെ ഒലീവിയക്കെതിരെ ചെയ്ത വീഡിയോസ് ഒക്കെ ഇവര് മുക്കി എന്ന് പറയുന്നുണ്ടോ, അത് അവരുടെ റവന്യൂ കുറയുന്നു അങ്ങനെ എന്തോ പേടിച്ചിട്ട്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, കാണുന്ന പ്രേക്ഷകർ, ഇവർ ഇത്രയും കാലം മുഴക്കിയ വീരവാദങ്ങളൊക്കെ എന്തായിരുന്നു? 14-ാം തീയതി എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വിജയത്തിന്റെ ദിവസമാണ്, കുട്ടികൾക്ക് നീതി മേടിച്ചു കൊടുക്കും, ഇത്രയും വീരവാദം മുഴക്കിയ ഒരു സ്ത്രീയാണ് ഈ ബീവി എന്ന് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പെണ്ണുപിള്ള എന്തുകൊണ്ട് ഇന്ന് പെൺകുട്ടികളുടെ കൂടെ പോയില്ല? അവര് പോയിട്ടില്ല, അവരവരുടെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. അതിന് അവർ തന്നിരിക്കുന്ന എക്സ്പ്ലനേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല എന്ന് എനിക്കറിയാമായിരുന്നു, അതുകൊണ്ട് തന്നെ വെറുതെ അവിടം വരെ എണ്ണ അടിച്ച് കാശും കളഞ്ഞ് പോകേണ്ട കാര്യമില്ലല്ലോ എന്നാണ് ആ പെണ്ണുപിള്ള പറഞ്ഞേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഇത്രയും ദിവസങ്ങൾ ഇന്നലെ വരെ ഇവരെന്തായിരുന്നു പറഞ്ഞുകൊണ്ട് നടന്നത്? ഞാൻ പോകും, കുട്ടികൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഏതറ്റവും വരെയും പോകും. പിന്നെ വേറൊരു സ്ഥാപന ഉടമയുണ്ട്, ഒരു MRSO KRSO അങ്ങനെ ഒരു പെണ്ണുമ്പുള്ളിയുണ്ട്, കണ്ണടയൊക്കെ വെച്ച് മറ്റേ കുട്ടി ഉൾപ്പെട്ട് കിടക്കുന്ന ആ പെണ്ണുമ്പുള്ളിയും ഒരു ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലിപ്പ് എടുത്ത് കാണിക്കാൻ വയ്യ, എഡിറ്റ് ചെയ്യാൻ വയ്യ, അതുകൊണ്ടാണ്. ആ പെണ്ണുപിള്ള വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബീവി അല്ല കേട്ടോ, മറ്റേ സ്ഥാപന ഉടമ. ആ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും എന്റെ ജീവൻ പോകേണ്ടി വന്നാൽ, എന്റെ ജീവൻ ത്യജിക്കേണ്ടി വന്നാൽ അതുവരെയും ഞാൻ ചെയ്യും എന്നാ പെണ്ണുപിള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ എവിടെ? ആരെയും കാണാനില്ല, എല്ലാരും പേടിച്ചോടിയോ? പിന്നെ ഒരു കിണ്ണൻ മൊണ്ണൻ എന്നറിയപ്പെടുന്ന ഒരുത്തന്റെ വീട്ടിൽ പോയിട്ട് ആരൊക്കെയോ ചായ കുടിച്ചു എന്നോ
ഒരു കിണ്ണൻ മൊണ്ണൻ എന്നറിയപ്പെടുന്ന ഒരു ഫ്രോഡിന്റെ വീട്ടിൽ പോയിട്ട് അതിന്റെ ആ വീടിന്റെ പരിസരത്തെങ്ങാനുള്ള ഒരു ചായക്കടയിൽ പോയിട്ട് ഏതോ 2 പെണ്ണുങ്ങൾ ചായ കുടിച്ചു, ഇവരെന്റെ മക്കളെ തട്ടിയെടുക്കാൻ വന്നെയാണ്, അതാണ് ഇതാണ്, ഞാൻ നാളെ മുഖ്യമന്ത്രിക്ക് കേസ് കൊടുക്കുന്നു, ഇൻഡാസ് അയക്കുന്നു, SP-ക്ക് കേസ് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചില കിണ്ണൻ മൊണ്ണന്മാർ വലിയ ഡയലോഗൊക്കെ ആയിരുന്നു. ഇന്നലെ ആകെ 100-150 പേര് കണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നാളെ അവരെ അതാക്കും ഇതാക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. എവിടെ ഒരു ലേഡി പോട്ടെ, ഏതൊരു മനുഷ്യനും നമ്മുടെ നാട്ടിലുള്ള ഏത് ചായക്കടയിൽ പോയി ചായ കുടിക്കാം, അതിനൊരു കുഴപ്പമില്ല, ആരും പിടിച്ചുകൊണ്ട് പോകത്തില്ല. നീ മുഖ്യമന്ത്രിക്കല്ല പ്രധാനമന്ത്രിക്ക് കേസ് കൊടുത്തു കഴിഞ്ഞാലും ആ പെണ്ണുമ്പിള്ളൻ അല്ലെങ്കിൽ ആ ഒരു ലേഡീനെ ആരും ആരും തന്നെ തൂക്കിലേറ്റാൻ പോകുന്നില്ല. ഇനി നീ അതിന്റെ മേൽ തൂക്കിലേറ്റാൻ പറ്റുന്നൊരു നിയമം ഉണ്ടെങ്കിൽ നീ അങ്ങ് തൂക്കിലേറ്റി കാണിക്കും. പിന്നെ ഇന്നത്തെ ഒരു വിഷയത്തെ ചൊല്ലി കുറച്ച് യൂട്യൂബേഴ്സ്, കുറച്ച് ലോക്കൽ ആയിട്ടുള്ള ആ ഒരു ഏരിയയിലുള്ള അടൂർ മേഖലയിലുള്ള കുറച്ച് യൂട്യൂബേഴ്സ് ഒലീവിയത്തെ മാഡത്തിന്റെ വീട്ടിന്റെ മുന്നിൽ പോയിട്ട് കുറച്ച് ഷോ കാണിച്ചു എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അതും എവിടെ എത്തിയിട്ടില്ല. അതൊക്കെ ഇവരുടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ടീംസ് ആവാനാണ് ചാൻസ്. അപ്പൊ എന്തായാലും പെൺകുട്ടികൾക്ക് ഇന്ന് ലേബർ ഓഫീസ് വന്നിട്ടുള്ള പെൺകുട്ടികളൊക്കെ മൂഞ്ചി തിരിഞ്ഞു പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ ബൈ.